ഹലോ എവ്രി വൺ, എൻ്റെ പേര് ഡോക്ടർ ശ്രുതി. ഞാൻ തൃശ്ശൂർ ദയ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റ് ആണ്. സോ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ലേസർ തെറപ്പീനെ കുറിച്ചാണ്, സ്പെസിഫിക്കലി CO2 ലേസർ. ഇപ്പം എല്ലാവർക്കും ലേസർ തെറപ്പിയാണ് വേണ്ടത്, പക്ഷെ അത് ഏത് ലേസർ, എന്ത് ഇൻഡിക്കേഷൻ എന്നുള്ളത് അധികം ക്ലിയർ അല്ല. സോ ടുഡേ വിൽ ടോക്ക് അബൌട്ട് CO2 ലേസർ. CO2 ലേസർ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ളത് സ്കാറിങ്ങിനാണ്. അതായത് മുഖക്കുരു കഴിഞ്ഞിട്ടുള്ള കുഴിഞ്ഞ പാടുകൾ മുഖത്തെയൊക്കെ, പിന്നെ ചിക്കൻ ബോക്സ് കഴിഞ്ഞ കുഴിഞ്ഞ പാടുകൾ, അല്ലെങ്കിൽ നമുക്കൊരു സർജിക്കൽ വൂണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുറിവ് വന്നിട്ടുള്ള സ്കാറിങ്, പിന്നെ ഒരു ആന്റി ഏജിങ്, ഒരു റിജുവനേഷന് വേണ്ടിയിട്ട്. പിന്നെ ചിലതരം സ്പെസിഫിക് വൂൺസ് ഉണ്ട്, കീലോയിഡ്സ് അല്ലെങ്കിൽ ഹൈപ്പർട്രോഫിക് സ്കാർ എന്ന് പറഞ്ഞിട്ട്. അതായത് ചിലരുടെ ദേഹത്ത് മുറിവ് വന്നു കഴിഞ്ഞാൽ കട്ടിക്ക് ഉണങ്ങുന്ന ഒരു ഫിനോമിനാണത് കീലോയിഡ് ഓർ ഹൈപ്പർട്രോഫിക് സ്കാർ. അതിന് നമുക്ക് CO2 ലേസർ യൂസ് ചെയ്യാം. പിന്നെയുള്ളത് നമ്മുടെ ഫേസിലൊക്കെ വരുന്ന ഗ്രോത്ത്സ്, സച്ചേഴ്സ് നമുക്ക് കട്ടിയുള്ള കാക്കപ്പുള്ളി, മോൾസ് എന്ന് പറയും. പിന്നെ ഫോർ വാട്ട്സ്, DPN, ഇതിനെല്ലാം CO2 ലേസർ ഉപയോഗിക്കാം. സോ വാട്ട് എക്സാക്ട്ലി ഈസ് CO2 ലേസർ? CO2 ലേസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കൺട്രോൾഡ് ബീം ഓഫ് എനർജി യൂസ് ചെയ്തിട്ട് നമ്മൾ ടിഷ്യൂനെ കൺട്രോൾ ആയിട്ട് ഡിസ്ട്രക്ട് ചെയ്തിട്ട് അവിടെ സ്കിന്ന് റിന്യൂ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആൻഡ് നല്ല സ്കിന്നായിട്ട് വരും. അങ്ങനെയാണ് ഇത് ആക്നെ സ്കാറിനൊക്കെ ഉപയോഗിക്കുന്നത്. സോ ആ കുഴിയായിട്ടുള്ള ഏരിയയിൽ സ്കിന്ന് ഒന്ന് നികത്തി കിട്ടും. ദാറ്റ് ഈസ് ഹൗ CO2 ലേസർ വർക്ക്സ്. സോ ഹൗ വി ഗോ അബൌട്ട് ദിസ് ട്രീറ്റ്മെന്റ്? സോ മുഖത്ത് ധാരാളം കുഴിയായിട്ടുള്ള സ്കാറിംഗ് ഉള്ള ആൾക്കാർക്ക് വി കൻ ഡു CO2 ലേസർ ലൈക്ക് ഐ മെൻഷൻഡ്. സോ വൺസ് ദ പേഷ്യൻറ്റ് കംസ്, വി വിൽ ഫസ്റ്റ് അപ്ലൈ നമ്പിങ് ക്രീം. തരിപ്പിക്കാനുള്ള ക്രീം അപ്ലൈ ചെയ്യും. ഹാഫ് ആൻ അവർ ഇരുന്ന് കഴിഞ്ഞിട്ട് വിൽ ഡു ദ ലേസർ പ്രോസസ്. സോ ദ ലേസർ പ്രോസസ് ദെൻ ബിക്കംസ് കംപ്ലീറ്റ്ലി പെയിൻലെസ്. പിന്നെ ആ ലേസർ ചെയ്ത് കഴിഞ്ഞാൽ മുഖത്ത് കുറച്ചൊരു ചുവന്ന പാടും നീരൊക്കെ ഉണ്ടാവും, പക്ഷെ അതൊരു 5 days കുറഞ്ഞ് മാറിക്കിട്ടും. ആ സമയത്ത് നമ്മൾ ആൻറ്റിബയോട്ടിക് ക്രീമും സൺസ്ക്രീനും ഒക്കെ ഉപയോഗിച്ചാൽ മതി, വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. സോ യൂഷ്വലി ഈ ട്രീറ്റ്മെൻറ്റ് സെഷൻസ് ഒരു മന്ത്ലി ആയിട്ടാണ് ചെയ്യുക. യൂഷ്വലി ഒരു 5 to 6 സെഷൻസ് ആവശ്യം വരും ടു ഗെറ്റ് ദ ബെസ്റ്റ് ഇംപ്രൂവ്മെൻറ്റ്. അപ്പം നിങ്ങൾക്ക് ഇതേമാതിരത്തെ ഇഷ്യൂസ്, ആക്നെ സ്കാറിങ്, കിലോയിഡ്സ്, ഹൈപ്പർട്രോഫിക് സ്കാർസ് or just an anti-aging, ingante issues undengile definitely consult your dermatologist.